ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി എന്ന പുസ്തകം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെലൈക്കണും പ്രസ് ചെയ്യുക. സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി എന്ന പുസ്തകത്തിന്, അതായത് ഇപ്പം 7th എഡിഷൻ ആണ്. 7th എഡിഷനിലെ ചാപ്റ്റേഴ്സ് വരുന്നത് 92 ചാപ്റ്റേഴ്സ് ആണ്. അത് 92 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. പിന്നെ അതിനകത്ത് എന്തുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഏത് എഡിഷൻ ആണ് പഠിക്കേണ്ടത്? 7th എഡിഷൻ ആണ് പഠിക്കേണ്ടത്. പിന്നെ എങ്ങനെയാ പഠിക്കേണ്ടത്? ചാപ്റ്റേഴ്സിനെ എന്താണ്, ഡിവൈഡ് ചെയ്യണം. സെക്ഷൻ വൈസ്, ഓരോ സെക്ഷൻ വൈസ് ആണ് എന്ത്, പുസ്തകത്തെ റീഡ് ചെയ്യേണ്ടത്, വായിക്കേണ്ടത്, പഠിക്കേണ്ടത്. അതായത് ആ പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന ചാപ്റ്ററിന്റെ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ ബേസ് ചെയ്ത് ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു, രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചു, അങ്ങനെ ഒരിക്കലും പഠിച്ചു പോകരുത്. ചാപ്റ്റേഴ്സിനെ സെക്ഷൻ വൈസ് ഡിവൈഡ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി എന്ന ടെക്സ്റ്റ് പഠിക്കാനായിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആദ്യം ഇപ്പം പ്രസിഡന്റ് എന്ന ചാപ്റ്റർ പഠിക്കണം. അത് കഴിയുമ്പോൾ എന്ത് പഠിക്കണം, വൈസ് പ്രസിഡന്റ് പഠിക്കണം. പിന്നെ പ്രസിഡന്റിനെ പോലെ തന്നെ കേരളത്തിൽ, അതായത് ഒരു സ്റ്റേറ്റിലുള്ള ആളാണ് ആര്, ഗവർണർ. അത് കഴിയുമ്പോൾ എന്ത് പഠിക്കണം, ഗവർണർ പഠിക്കണം. പിന്നെ എമർജൻസി പ്രൊവിഷൻസ് പഠിക്കണം. അത് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റർ പഠിക്കണം. പ്രൈം മിനിസ്റ്റർ കഴിയുമ്പോൾ എന്ത് പഠിക്കണം, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കണം. പിന്നെ എന്ത് പഠിക്കണം, ചീഫ് മിനിസ്റ്റർ പഠിക്കണം. അത് കഴിഞ്ഞ് എന്ത് പഠിക്കണം, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കണം. ഇതൊക്കെ എന്താണ്, ഇന്ത്യൻ പൊളിറ്റിയിലെ ചാപ്റ്ററുകളാണ്. പക്ഷെ എന്താണ്, ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് പഠിച്ചു കഴിയുമ്പോൾ എന്ത് പഠിക്കണം, വൈസ് പ്രസിഡന്റ് പഠിക്കണം, ഗവർണർ പഠിക്കണം. ഇതെന്താ, ഇത് മൂന്നും ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ എമർജൻസി പ്രൊവിഷൻസും എന്താണ്, പ്രസിഡന്റുമായിട്ടും പ്രസിഡന്റിന്റെ പവേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. സോ അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സും എന്ത് പഠിക്കണം, ഒരുമിച്ച് പഠിക്കണം. അത് കഴിയുമ്പോൾ പ്രൈം മിനിസ്റ്റർ പഠിക്കണം. പ്രൈം മിനിസ്റ്റർ പഠിക്കുമ്പോൾ എന്ത് പഠിക്കും, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കും. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം എങ്ങനെയാണ് സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ ഫംഗ്ഷൻസ്, ഈ സംഭവങ്ങളൊക്കെ എന്താണ് ഓർത്തിരിക്കാൻ പറ്റുന്ന എന്താവും, എളുപ്പമാവും. അതുപോലെ ചീഫ് മിനിസ്റ്റർ പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പഠിക്കണം. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളതാണ് എന്ത്, പാർലമെന്റ് ചാപ്റ്റർ ഉണ്ട്. നല്ല വലിയൊരു ചാപ്റ്റർ ആണ് ഇന്ത്യൻ പൊളിറ്റിയിലെ. പാർലമെന്റ് ഉണ്ട്. അത് കഴിയുമ്പോൾ എന്ത് പഠിക്കണം, പാർലമെന്ററി സിസ്റ്റം പഠിക്കണം. പിന്നെ ഫെഡറൽ സിസ്റ്റം പഠിക്കണം. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് പഠിക്കണം. പാർലമെന്റ്, CAG അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന ചാപ്റ്റർ പഠിക്കണം. അത് കഴിയുമ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റീസ് എന്ന ചാപ്റ്റർ പഠിക്കണം. പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന ചാപ്റ്ററും പഠിക്കണം. ഇങ്ങനെ ഒരു ഓർഡറിൽ ഇതൊക്കെ എന്താണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ചാപ്റ്ററുകളാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സാലിയന്റ് ഫീച്ചേഴ്സ്, ആക്ച്വലി ഇതൊക്കെ ഒരുമിച്ച് പഠിക്കാവുന്ന ചാപ്റ്ററുകളാണ്. എന്നാൽ കൂടി അങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ 80ാമത്തെ അല്ലെങ്കിൽ 92ാമത്തെ ചാപ്റ്റർ വരെ വരുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ പഠിച്ച കാര്യം അത്ര കറക്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനോ ഓർത്തിരിക്കാനോ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഈ ഇങ്ങനെ, അതായത് ഒരു ബന്ധം, പരസ്പരം ബന്ധമുള്ള ചാപ്റ്ററുകൾ ഒരുമിച്ചിരുന്ന് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എന്ത് പറ്റും, നല്ല രീതിക്ക് നമുക്ക് ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഓർത്തിരിക്കാനും പഠിച്ച കാര്യം പെട്ടെന്ന് മറന്നു പോകാതിരിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ്, ജസ്റ്റ് ഞാൻ എക്സാമ്പിളിന് വേണ്ടി കുറെ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഏതൊക്കെയാന്ന് വെച്ചാൽ, ഓക്കെ, പിന്നെ പഠിക്കാവുന്നതാണ് സുപ്രീം കോർട്ട്. അതിന്റെ കൂട്ടത്തിൽ ഹൈക്കോർട്ട്, ട്രൈബ്യൂണൽസ്, സബോർഡിനേറ്റ് കോർട്സ്, ലോക്പാൽ ആൻഡ് ലോകായുക്താസ്, ഇലക്ഷൻ കമ്മീഷൻ, ആന്റി ഡിഫെക്ഷൻ ലോ. ഇത്രയും ചാപ്റ്റർ എന്താണ്, ഒരുമിച്ച് പഠിക്കുക. അതായത് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ട്രൈബ്യൂണൽസും സബോർഡിനേറ്റ് കോർട്സും ലോക്പാൽ ആൻഡ് ലോകായുക്താസും ഒരുമിച്ച് പഠിക്കുക. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പഠിക്കുക. അതിന്റെ കൂടെ തന്നെ എന്ത് പഠിക്കണം, ആന്റി ഡിഫെക്ഷൻ ലോ. എന്താണ് ആന്റി ഡിഫെക്ഷൻ ലോ? കൂറുമാറ്റ നിരോധന നിയമം. പിന്നെ അതുപോലെ നോക്കുകയാണെങ്കിൽ അതുപോലെ ഒരുമിച്ച് പഠിക്കാവുന്ന ചാപ്റ്റേഴ്സ് ആണ് എന്ത്, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP എന്താണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അമെൻഡ്മെന്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയും ചാപ്റ്റേഴ്സ് എന്താണ്, ഇത്രയും ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പഠിക്കുക. ഇത് തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ഒന്നും മറന്നു പോകത്തില്ല. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റീസ് എന്നുള്ള ചാപ്റ്റേഴ്സും ഒരുമിച്ച് പഠിക്കണം. പിന്നെ ഒരുമിച്ച് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്താണ്, യൂണിയൻ ടെറിട്ടറീസും ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസും. ഇത് എന്താണ്,
പരസ്പരം ബന്ധമുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതും ഒരുമിച്ച് പഠിച്ചാൽ നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല, നമുക്ക് നല്ല രീതിക്ക് പഠിക്കാനും പറ്റും. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ചാപ്റ്റേഴ്സ്, അതായത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ ആൻഡ് ടെറിട്ടറീസ്. അതെന്താണ്, അതേ ഓർഡറിൽ തന്നെ പഠിക്കുക. ഓക്കെ, ഇത് എന്താണ് ഈ ഒരു സെയിം ഓർഡറിൽ പഠിച്ചാൽ മതി, കുഴപ്പമില്ല, ഇങ്ങനെ പഠിച്ചാലും മതി. ഇതെന്താണ് പരസ്പരം ബന്ധമുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതായത് ആദ്യം ഇപ്പം ഹിസ്റ്ററി, ഓക്കെ നമ്മുടെ ഹിസ്റ്ററി അല്ല, പൊളിറ്റി പഠിക്കുവാണെങ്കിൽ ആദ്യം വേണമെങ്കിൽ ഈ 5 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് ഇപ്പൊ അടുത്ത സെക്ഷൻ പാർലമെന്റിന്റെ സെക്ഷൻ വന്നാൽ മതി, അല്ലെങ്കിൽ എന്താണ് കമ്മിറ്റീസ്, ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിറ്റീസ്, അതൊക്കെ നമുക്ക് ഒരുമിച്ച് പഠിക്കാവുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതിന്റെ ആ ഒരു ഇതിലേക്ക് വന്നാൽ മതി. ഇപ്പൊ എന്താണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ്, അതായത് ചെറിയ ചാപ്റ്റേഴ്സും ആണ്. അതുപോലെ തന്നെ എന്താണ് നല്ല എളുപ്പമാണ് പഠിക്കാൻ. അതായത് വലിയ ഇപ്പം പാർലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉള്ള പോലെയുള്ള എന്താ പറയുന്നത് അത്ര പാടൊന്നും വരുന്നില്ല, എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് എന്ത് ഈ ഒരു ചാപ്റ്റേഴ്സ്. അപ്പൊ ഇപ്പം നിങ്ങൾക്ക് ആദ്യത്തെ സെക്ഷൻ പഠിക്കണമെങ്കിൽ ഇത് പഠിക്കാം. എന്താണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് തൊട്ട് യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് എന്ന് പറയുന്ന ചാപ്റ്റർ വരെ വേണമെങ്കിൽ പഠിക്കാം. അത് കഴിയുമ്പോൾ പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങനെയുള്ള ഓരോ ചാപ്റ്റേഴ്സ് ഓരോ സെക്ഷൻ വൈസ് ഏതാണ് ഏത് ചാപ്റ്റർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇന്ത്യൻ പൊളിറ്റിയുടെ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കാൻ. അങ്ങനെ പഠിക്കുമ്പോൾ ഒരിക്കലും മറന്നു പോകത്തില്ല, നമുക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ 92 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏതാണ്ട് 800 മുകളിൽ പേജസ് ഉണ്ട്. ഇതെല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, ഒരു ഷോർട്ട് നോട്ടിന്റെ ഫോമിലാണ് ഇന്ത്യൻ പൊളിറ്റിയുടെ പുസ്തകം കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും എന്താണ് കുറച്ച് ടഫാണ് ഇത് പഠിക്കുക, ഇത് പഠിച്ചത് ഓർത്ത് വെക്കുക എന്നുള്ളത്. സോ നമ്മളിങ്ങനെ എന്താണ് പരസ്പരം ബന്ധമുള്ള ചാപ്റ്റേഴ്സിനെ ഒരുമിച്ചിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റി ഒരിക്കലും എന്താണ് ആ കൊടുത്തിരിക്കുന്ന, അതായത് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചാപ്റ്ററിന്റെ ബേസിൽ പഠിച്ചു പോകരുത്. പിന്നെ എന്താ പഠിക്കുന്നത്, ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാം. അത് കഴിയുമ്പോൾ കമ്മീഷൻസ് ആൻഡ് ഏജൻസീസ്, അതായത് എന്താണ് വിജിലൻസ് കമ്മീഷൻ, CBI, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് മുഴുവൻ പഠിക്കാം. അതായത് നീതി ആയോഗ്, അതൊക്കെ എന്താണ് നമുക്ക് ഈ കമ്മീഷൻ ഏജൻസീസിൽ ഇതെല്ലാം എന്താണ് പരസ്പരം ബന്ധമുള്ളതാണ്, പഠിക്കാൻ എളുപ്പമാണ്, ഏകദേശം സെയിം ഫങ്ഷൻസ് ആണ്. ജസ്റ്റ് അതൊന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് പഠിക്കാം. പിന്നെ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, അങ്ങനെയുള്ള ആ ഒരു ചാപ്റ്റേഴ്സ് പിന്നെ പഠിക്കുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയിൽ കുറെ വന്നിട്ടുണ്ട്, അത് പഠിക്കുക, ആർട്ടിക്കിൾസ് പഠിച്ചു വെക്കുക. പിന്നെന്താണ്, പിന്നെ വേറെ ഇതിലൊന്നും വരാത്ത കുറച്ച് ബന്ധമില്ലാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അതായത് ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അതും എന്താണ് ലാസ്റ്റ് പഠിച്ചു വെക്കുക. ഇങ്ങനെ ഒരു ഓർഡറിൽ പഠിക്കുവാണെങ്കിൽ പൊളിറ്റി പഠിക്കാനും നല്ല എളുപ്പമാണ്. കൂടാതെ എന്താണ് മനസ്സിൽ ഉണ്ടാവും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകത്തും ഇല്ല. സോ എന്താണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ ഒരിക്കലും പൊളിറ്റി പഠിക്കരുത്, അല്ലാതെ പരസ്പരം എന്താണ് ഒരു ബന്ധമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് അങ്ങനെ പഠിച്ചു വരിക. ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. താങ്ക് യു.